എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. നമ്മൾ SCRT 10ാം ക്ലാസ്സിലെ SCRT 4ാം അധ്യായം ചെറുത്തുനിൽപ്പുകളും ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നുള്ള ചാപ്റ്ററിലാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചെയ്തു. ഇത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യ ഭാഗത്തിൽ നമ്മൾ നിർത്തിയത് ഗോത്ര കലാപങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മുണ്ട പഹാരിയ കലാപങ്ങളൊക്കെ എവിടെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ ഭാഗം നമ്മൾ നിർത്തിയത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയുള്ള രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക, വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നേരെ പോകാം. നമ്മൾ കലാപങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്, ഗോത്ര കലാപങ്ങൾ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച എന്നുള്ള ഭാഗത്തിലേക്ക് പോവാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കോട്ടിംഗ് ഉണ്ട്, വില്യം ബെൻഡിക് പ്രഭുവിൻ്റെയാണ്. അപ്പോൾ ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. വില്യം ബെൻഡിക് പ്രഭു പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകൾ നോട്ട് ചെയ്യുക, കോട്ട്സ് നോട്ട് ചെയ്യുക. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭു നടത്തിയ നിരീക്ഷണങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായും നശിപ്പിച്ചു. ഈ നാശത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഈ ഇന്ത്യയുടെ കരകൗശല വ്യവസായത്തെയും ഒക്കെ നശിപ്പിച്ചതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണം. അപ്പോൾ ഇന്ത്യയിലെ തുണി വ്യവസായത്തിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ യന്ത്രനിർമ്മിതമായ ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾ വില കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിഞ്ഞു. അപ്പോൾ വളരെ ചെറിയ വില, യന്ത്രനിർമ്മിത തുണികളായതുകൊണ്ട് തന്നെ വളരെ ചെറിയ വിലയായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിഞ്ഞു. റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലെത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. അപ്പോൾ ഈ റെയിൽവേ സൗകര്യം വികസിച്ചതും തുറമുഖ സൗകര്യങ്ങളുടെയൊക്കെ ഇന്ത്യയുടെ വ്യവസായത്തിനൊക്കെ തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചുമത്തിയ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർദ്ധിച്ചു. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തിയോടെ അവയുടെ വില വർദ്ധിച്ചു. അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. അപ്പോൾ ഉയർന്ന നികുതി ചുമത്തിയപ്പോൾ അവിടെ വില കൂടി, അതോടെ ആ വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത്തുജോലി ഉപേക്ഷിച്ചു. കുറഞ്ഞ വിലക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറാനും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാനും അവർ തൊഴിലാളികളെ നിർബന്ധിച്ചു, ബ്രിട്ടീഷുകാർ. ഇത് കാരണം പലരും മറ്റു ജോലികൾ തേടിപ്പോയി. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു കാരണങ്ങളാണ് പറയുന്നത്. ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ കണ്ടെത്തി ഡയഗ്രാം പൂർത്തിയാക്കുക എന്നുള്ളത് ഇത് നമ്മൾ മുന്നേ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആണെങ്കിൽ ഡയഗ്രാം നിങ്ങൾക്ക് തന്നെ ഒന്ന് പൂർത്തിയാക്കാം. അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, പിന്നെ ഉയർന്ന തീരുവ ചുമത്തിയത്, അത് നികുതി ചുമത്തിയത് കയറ്റുമതി സ്ഥാനങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഡയഗ്രാം ഉണ്ടാക്കാം. തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു.
മുർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിലേർപ്പെട്ടവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. അപ്പോൾ ഈ തുണി വ്യവസായത്തിൻ്റെ തകർച്ച ആദ്യം പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലാണ്. മുർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമായി. അവിടുത്തെ ആളുകളൊക്കെ തൊഴിലുകൾ ഉപേക്ഷിച്ച് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങി അവിടെ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടു. അതോടെ അതൊക്കെ ജനവാസരഹിത മേഖലകളായി മാറി. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം കൃഷിഭൂമി ചെറിയ തുണ്ടുകളായി മാറി. അപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോൾ ആവശ്യത്തിന് ഭൂമികളില്ലാത്തത് കാരണം തന്നെ ഓരോരുത്തരെയും ഭൂമി ചെറിയ ചെറിയ തുണ്ടു ഭൂമികളായി മാറി. ഉൽപ്പാദന മുരടിപ്പായിരുന്നു ഇതിൻ്റെ പ്രത്യക്ഷമായ ഫലം. അപ്പോൾ ഇങ്ങനെ തുണ്ട് ഭൂമികളായപ്പോൾ ഉൽപ്പാദനം കുറഞ്ഞു. ഇനി ഇവിടെ പട്ടിക നോക്കൂ എന്ന് പറഞ്ഞ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാമീണ വ്യവസായങ്ങൾ, മൺപാത്ര നിർമ്മാണം, തകർച്ചയുടെ കാരണം അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി. നമ്മളെ ഗ്രാമീണ വ്യവസായങ്ങളും അവ തകരാനുള്ള കാരണമാണ് ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. മൺപാത്ര നിർമ്മാണം തകർന്നത് അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി കാരണമാണ്. തുകൽ പണിയോ, അസംസ്കൃത വസ്തുവായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി. തുകൽ ഇവിടുന്ന് യൂറോപ്പിലേക്ക് കയറ്റി വെച്ചപ്പോൾ തുകൽ പണി തകർന്നു. മരപ്പണിയോ, ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം. ലോഹ നിർമ്മിത യന്ത്രങ്ങൾ ഉപയോഗിച്ചപ്പോൾ മരപ്പണിയും തകർന്നു. കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിൻ്റെയും തകർച്ച ക്ഷാമങ്ങളിലേക്കും പട്ടിമരണത്തിലേക്കുമാണ് ഇന്ത്യയെ തള്ളിവിട്ടത്. ഇവിടെ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ഈ കോളം മാത്രമാണ്. പിന്നെ മുകളിൽ പറഞ്ഞ കാരണങ്ങളും മുന്നോട്ട് ചെയ്ത് വെക്കുക. ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും. ഇവിടെ പറഞ്ഞ 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചത് 19ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. തോട്ടം വ്യവസായങ്ങളായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. പിന്നീട് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളും ആരംഭിച്ചു. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. വളരെ കുറച്ച് വ്യവസായങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇവയിൽ കാര്യമായിട്ട് തോട്ടം വ്യവസായങ്ങളായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. പിന്നീട് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ എന്നീ വ്യവസായങ്ങളും സ്ഥാപിച്ചു. ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിന് ഇരയായി. എവിടെയാണെങ്കിലും ഇവർ മെയിനായിട്ട് ചെയ്തിരുന്ന ചൂഷണമാണ്. അപ്പോൾ ഇത്തരം വ്യവസായ കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾ ചൂഷണത്തിന് ഇരയായി. അതെന്തൊക്കെയാണ്? മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ. അപ്പോൾ മണിക്കൂറുകളോളം നീണ്ട ജോലിയും കുറഞ്ഞ കൂലിയും അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങളുമാണ് ഫാക്ടറി വ്യവസായങ്ങളിലെ ഫാക്ടറി തൊഴിലാളികൾ അനുഭവിച്ചത്. ഈ ബ്രിട്ടീഷ് ആധിപത്യ തൊഴിലാളി ജീവിതം എന്ന് പറഞ്ഞാണ്ട് ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിരുന്ന ജർഗൻ കുസിയാസ്കിയുടെ ഒരു വാക്കുകളുണ്ട്. വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യവസായി മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. അപ്പോൾ ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസിയാസ്കിയാണ് ഇന്ത്യയിലെ ഫാക്ടറി തൊഴിലാളികളുടെ ചൂഷണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞത് ജർഗൻ കുസിയാസ്കിയാണ്. ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനാണ് അദ്ദേഹം. അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നു. അപ്പോൾ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഇല്ലാത്തതും ഈ ചൂഷണത്തിനൊരു കാരണമാണ്. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ തൊഴിലാളികൾ പ്രക്ഷോഭങ്ങൾ നടത്തി. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരം ഇതിന് ഉദാഹരണമാണ്. അന്ന് തൊഴിലാളി യൂണിയനുകളിലെങ്കിലും നിവർത്തികെട്ട് ബോംബെയിലെയും കൊൽക്കത്തയിലെയും ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളും
കൽക്കത്തയിലെ ചണമിൽ തൊഴിലാളികളും സമരം സംഘടിപ്പിച്ചിരുന്നു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ വിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെയും കുറിച്ചുമാണ് അത്. അപ്പോൾ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യുക, അവിടെ നിന്ന് ആവശ്യമില്ല. അപ്പോൾ ഇതിൽ അന്നത്തെ ചൂഷണങ്ങളാണ്, ഫാക്ടറി തൊഴിലാളികൾ നേരിട്ട ചൂഷണങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ജർഗൻ കുസിയാസ്കിയുടെ ആ വാക്കുകളും അതിൽ പറയുന്നത്. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഇത് നമ്മൾ മുൻ ചാപ്റ്ററിൽ പഠിച്ച അതിൻ്റെ തുടർച്ചയാണ്. കുറച്ചുകൂടി അതിനേക്കാളും കുറച്ചുകൂടി അഡീഷണൽ വിവരം കൂടി ഇതിലുണ്ടാവും. 1857 മെയ് 11 പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്ന് യമുന നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അവരിൽ ശിപായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം മീററ്റിൽ തുടക്കം കുറിച്ചത്. അവിടെ അപ്പോൾ അത്രയാണ് ഉള്ളത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1857 കലാപത്തിൻ്റെ വിവരമാണ് മുകളിൽ നൽകിയത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചതാരാണ്? വി.ഡി. സവർക്കറാണ്. വി.ഡി. സവർക്കറാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 ശിപായി കലാപത്തെ വിശേഷിപ്പിച്ചത്. ഇനി നമ്മൾ പറഞ്ഞു മുൻ ചാപ്റ്ററിൽ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ച തന്നെയാണ്. അവരെ കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച്, ശിപ്പായിമാരെ കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ: തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ നിന്ന് നേരിട്ട അവഹേളനം, അതേപോലെ ശിപ്പായിമാരുടെ അതൃപ്തി കാരണം സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം. അപ്പോൾ ശിപ്പായിമാരുടെ നമ്മൾ മുൻ ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് അവർ അന്നത്തെ പരിതാപകരമായ അവസ്ഥ പറഞ്ഞു. അതിൻ്റെ കൂടെ പുതിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രചരണം അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു അത്. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അന്ന് ശിപ്പായിമാരായിട്ട് സൈന്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന സംഗതിയായിരുന്നു ഈ കൊഴുപ്പ് പുരട്ടി എന്നുള്ള ഈ ഒരു അഭ്യൂഹം. പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാരണം, പിന്നെ എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടുള്ള റൊട്ടിയാണ് കൊടുത്ത് എന്നുള്ള ഒരു പ്രചരണം കൂടി നടന്നിരുന്നു. അപ്പോൾ അതും അതിനൊരു കാരണമായി. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ പുതിയ തിരകൾ ഉപയോഗിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അവർ വിസമ്മതിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് മേധാവിമാർ വിസമ്മതിച്ചവരെ ശിക്ഷിച്ചു. ബംഗാളിലെ ബരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനു നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ചു. അപ്പോൾ ബംഗാളിലെ ബരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്നുള്ള സൈനികനെ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ഉദ്യോഗസ്ഥനെ മംഗൾ പാണ്ഡെ വെടിവെച്ച് കൊന്നു. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊന്നു. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ കൊന്ന ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത്. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. മുൻ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു ദത്താവകാശ നിരോധനത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിന് നേതൃത്വം നൽകി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് പറയുന്നത്. പ്രതികൂലമായി
ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. നമ്മളതിൻ്റെ വിശദീകരണമാണ് പറയുന്നത്. ദത്താവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണക്കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ദുർഭരണം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിച്ചതും രാജാക്കന്മാരെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കാൻ പ്രേരിപ്പിച്ചു. ഇനി 1857 കലാപത്തിൻ്റെ വിവിധ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു കോളത്തിലാക്കി തന്നിക്കുകയാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, ശിപ്പായിമാരുടെ ദുരിദ്രം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിയതാണ്. ഇനി ഇവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ബഹദൂർ ഷാ രണ്ടാമൻ ഇപ്പോൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഷെയ്ൻ ഷായെ ഹിന്ദുസ്ഥാൻ അഥവാ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ജനിച്ച മണ്ണിൽ 6 അടി മണ്ണ് പോലും ലഭിക്കാത്ത സഫർ നീ എത്ര നിർഭാഗ്യവാൻ എന്നുള്ള പ്രശസ്തമായ വാക്കുകൾ ഇദ്ദേഹത്തിൻ്റെതാണ്. റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത്. പിന്നെ താന്തിയ തോപ്പി, അതുപോലെ റാണി ലക്ഷ്മിബായ്, ബീഗം ഹസ്രത്ത് മഹൽ, ഇവരുടെയൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വായിക്കാം, വിശദവിവരങ്ങൾ വായിച്ച് നോക്കാം. രാജാക്കന്മാർക്കും ശിപ്പായിമാർക്കുമൊപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകർഷ തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകത. അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. അപ്പോൾ അവധ് നാട്ടുരാജ്യത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ രാജാക്കന്മാർക്കും ശിപ്പായിമാർക്കും ഒപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളിയായി. അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേര് സാധാരണ ജനങ്ങളായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. അപ്പോൾ 1857 കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കൾക്കുമിടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അത് നമ്മൾ ആ കോളത്തിൽ പറഞ്ഞതാണ്, മുൻ ചാപ്റ്ററിലും പറഞ്ഞതാണ്. കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളും നേതൃത്വം കൊടുത്തവരെയും താഴെ കൊടുത്തിട്ടുള്ള പട്ടികയിൽ നിന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ കൂടുതൽ അങ്ങനെ നോട്ട് ചെയ്യാനൊന്നുമില്ല. ബഹദൂർ ഷാ സഫറിനെ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. പിന്നെ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ ശക്തി. സാധാരണ ജനങ്ങളും കലാപത്തിൽ പങ്കെടുത്തു എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി പ്രധാനപ്പെട്ടത് ആരൊക്കെ നേതൃത്വം കൊടുത്തു എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞാൽ പോരാ. ഒന്നാം സ്വാതന്ത്ര്യ സമരമില്ലാതെ PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കടന്നു പോയിട്ടില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതിൽ തന്നെ എവിടെയൊക്കെ നേതൃത്വം നൽകി എന്നുള്ളതും പ്രത്യേകം ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ജനറൽ ബഖ്ത് ഖാൻ. 2 ഓപ്ഷനിൽ 2 വന്നാൽ ഏതും കൊടുക്കാം. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ജനറൽ ബഖ്ത് ഖാൻ. ബഹദൂർ ഷാ രണ്ടാമൻ എന്നുള്ളത് നമ്മുടെ SCERT ആണ്. ജനറൽ ബഖ്ത് ഖാൻ എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഏതും കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ജനറൽ ബഖ്ത് ഖാൻ. ഓപ്ഷനിൽ ഏതാ തന്നിട്ടുള്ളത് വെച്ചാൽ അത് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി അഥവാ ഝാൻസി റാണി. അവരുടെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിച്ചാൽ മണികർണിക എന്നാണ് ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര്. ഝാൻസി അല്ലെങ്കിൽ ഗോളിയോർ 2 ചോദിച്ചാലും റാണി ലക്ഷ്മിബായിയാണ്. ഇനി ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ഇനി ലക്നൗ കൂടാതെ ആഗ്ര എന്നോ അല്ലെങ്കിൽ അവധ്
ആഗ്ര, ലക്നൗ. ഇതിലേത് ചോദിച്ചാലും ബീഗം ഹസ്രത്ത് മഹലാണ്. കാൺപൂരിലാണെങ്കിൽ നാനാ സാഹിബ്. കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പി. നാനാ സാഹിബും താന്തിയ തോപ്പി. ഒളിപ്പോരിന് നേതൃത്വം നൽകിയ ആളാണ് താന്തിയ തോപ്പി. ഈ താന്തിയ തോപ്പി ആദ്യം ഝാൻസി റാണിയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കാൺപൂരിൽ നാനാ സാഹിബിൻ്റെ കൂടെയായി. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഇനി ആരയിലോ ആര, ബീഹാർ, അതുപോലെ ജഗദീഷ്പൂർ. ഇതിലേത് ചോദിച്ചാലും കൻവർ സിംഗ് ആണ്. ആര, ബീഹാർ, ജഗദീഷ്പൂർ എന്ന് ചോദിച്ചാൽ കൻവർ സിംഗ് ആണ്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കർഷക രാജാവായി പ്രഖ്യാപിച്ചത് ആര് എന്നും അതേപോലെ മധുരയിൽ നേതൃത്വം നൽകിയതും ദേവി സിംഗ് ആണ്. രാജ ദേവി സിംഗ് ആണ് പിന്നെ മധുരയിൽ നേതൃത്വം നൽകി ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ. അത് വല്ലാതെ ചോദിച്ച് കണ്ടില്ല, പക്ഷേ ഞാൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ മധുരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആണ്. കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അനുബന്ധമായിട്ട് ഓർത്തിരിക്കുക. SRT ഇല്ലാത്ത ഫാക്റ്റുകളാണ് ഞാൻ പറഞ്ഞ അഡീഷണൽ ഫാക്റ്റുകൾ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ആരയിൽ കൻവർ സിംഗ്, അതേപോലെ മീററ്റിൽ കദം സിംഗ് ആണ്. മീററ്റിൽ ആരാണ് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ കദം സിംഗ് ആണ്. ചിലപ്പോൾ ചോദിക്കാം. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഏതോ ഒരു 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. മീററ്റിൽ നേതൃത്വം നൽകിയത് കദം സിംഗ് ആണ്. മീററ്റിൽ കദം സിംഗ് ആണ്. ആരയിൽ കൻവർ സിംഗ്. ആര, ബീഹാർ, ജഗദീഷ്പൂർ. ഈ മൂന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആരയാണെങ്കിലും ബീഹാർ ആണെങ്കിലും ജഗദീഷ്പൂർ ആണെങ്കിലും പിന്നെ ആരാണ്? കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ആണ്. കദം സിംഗ് മീററ്റിലാണ്. പിന്നെ മധുരയിലെ ദേവി സിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അനുബന്ധമായിട്ടുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അത് അഡീഷണൽ റീഡിങ്ങിലാണ്. ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിൽ നിന്നും അതേപോലെ വേറൊരു ബുക്കിൽ നിന്നൊക്കെ വന്നതാണത്. അഡീഷണൽ റീഡിങ്ങിൽ പെട്ടതാണ്. അപ്പോൾ ഞാൻ SRT പറഞ്ഞപ്പോൾ അനുബന്ധമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു അത്. സ്വാഭാവികമായിട്ടും സൈനിക ശക്തി കൂടുതലുള്ള തന്ത്രങ്ങളും കൂടുതലുള്ള ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തി. പക്ഷേ ഇത് പരാജയപ്പെട്ടെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു 1857 കലാപം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങളുണ്ടാക്കി. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഭരണം ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലുണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം പേർ മരിച്ചു. അപ്പോൾ ഇത് ബംഗാളിലെ ക്ഷാമത്തിൽ ദുരിതമനുഭവിച്ചവരുടെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ നമ്മുടെ ജനങ്ങളുടെ എന്താ പറയുക, നമുക്ക് സഹിക്കാൻ കഴിയാത്ത, കണ്ണിന് സങ്കടം തോന്നുന്ന കാഴ്ചയുള്ള ഒരു ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ബംഗാളിലെ ദുരിത കാഴ്ചയാണ്. പട്ടിണി കാരണം എല്ലും തോലുമായ നമ്മുടെ ജനങ്ങൾ. അപ്പോൾ 1857 കലാപം കൊണ്ടുണ്ടായ ഒന്നെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പാർലമെൻറ്റ് ഭരണം നേരിട്ട് ഏറ്റെടുത്തു. അപ്പോൾ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലൂടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിലൂടെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് രാജ്ഞി ഭരണം ഏറ്റെടുത്തത്. അപ്പോൾ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അത് ഓർത്തിരിക്കുക. അപ്പോൾ 1857 കലാപത്തിൻ്റെ ഏക ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ പാർലമെൻറ്റ് അധികാരം ഏറ്റെടുത്തു. അതിന് 1858 പുറപ്പെടുവിച്ച ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നും പറയപ്പെടുന്ന ഒരു
നടപടിയിലൂടെയാണ് അധികാര കൈമാറ്റം ഉണ്ടായത്. ഇനി ചൂഷണം തിരിച്ചറിയുന്നു എന്നാണ്. ചൂഷണം തിരിച്ചറിയുന്നു. ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി. ഈ മനോഭാവമാണ് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. അപ്പോൾ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. അപ്പോൾ ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. അപ്പോൾ എന്താണ് ദേശീയത എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ സംഘടിത രൂപം ഏതായിരുന്നു ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 72 പ്രതിനിധികൾ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മൾ മുൻ ചാപ്റ്ററിൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതാണ്. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. 72 പ്രതിനിധികൾ പങ്കെടുത്തു എന്നും പറഞ്ഞു. പിന്നെ WC ബാനർജി ആയിരുന്നു ആദ്യത്തെ പ്രസിഡൻറ്റ്. അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എന്നും നമ്മൾ പറഞ്ഞു. അതേപോലെ WC ബാനർജിയുടെ ഒരു പ്രശസ്തമായ പ്രസംഗവും നമ്മളന്ന് മുൻ ചാപ്റ്ററിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ അനുബന്ധമായുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അവിടെ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് പറയാത്തത്. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ രൂപീകരിച്ച 885 മുതൽ 1947 വരെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയെക്കുറിച്ച് ഡാറ്റകൾ ശേഖരിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്, അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട്. ദാദാഭായ് നവറോജിയുടേതാണ് ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ സമ്പത്തുകൾ ഊറ്റിക്കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തം. പിന്നെ ദാദാഭായ് നവറോജിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. പിന്നെ ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജി ആണ്. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിലാണ് എന്ന് ചോദിച്ചാൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം എന്ന തൻ്റെ നിഗമനം പറഞ്ഞത്. അപ്പോൾ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള പുസ്തകം ആരുടേതാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത
വസ്തുക്കളുടെ കയറ്റുമതി, അതേപോലെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, അതേപോലെ ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി, ഈ മാർഗങ്ങളിലൂടെയൊക്കെ ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചോർത്തി കൊണ്ടുപോവുകയാണ് എന്നാണ് അദ്ദേഹം തൻ്റെ പഠനങ്ങളിലൂടെ കണ്ടെത്തി അദ്ദേഹം പഠനങ്ങളിലൂടെ കണ്ടെത്തിക്കാണ്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ ഈ വിധത്തിലൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ഊറ്റിക്കൊണ്ടുപോവുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് ബ്രിട്ടീഷുകാർ? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, നമ്മൾ പറഞ്ഞ പോലെ ചർച്ച ചെയ്തതാണ്. പരുത്തി, ചണം എന്നിവ ധാരാളമായി കയറ്റുമതി ചെയ്തു. അതുവഴി അവർ സമ്പത്ത് ചൂഷണം ചെയ്തു അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോയി. പിന്നെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, അതായത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളം, പെൻഷൻ, അതുപോലെ മറ്റ് സമ്മാനങ്ങൾ ഒക്കെ വഴി അതും ഇംഗ്ലണ്ടിലേക്ക് അവർ ചൂഷണം ചെയ്ത് കൊണ്ടുപോയി. പിന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, അതുപോലെ അവർ അവിടുന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ ഇന്ത്യയിൽ കമ്പോളങ്ങളിൽ വിറ്റഴിച്ച് അതിൻ്റെ ലാഭവും അവർ ചോർത്തി കൊണ്ടുപോയി. അതുപോലെ ഇതൊന്നും കൂടാതെ ഇന്ത്യയിൽ നിന്ന് വൻ നികുതി പിരിച്ചെടുത്ത് ആ സമ്പത്തും അവർ ചോർത്തിക്കൊണ്ടുപോയി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തം. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നു എന്ന് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധം ഉണ്ടാക്കുന്നതിൽ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ കാല നേതാക്കളുടെ പങ്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ നേതാക്കൾ ഇന്ത്യക്കാരുടെ സമ്പത്ത് എങ്ങനെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ചോർത്തി കൊണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് ബോധമുണ്ടാകാൻ പ്രവർത്തിച്ച ആളുകളാണ്, ബോധവൽക്കരണം നടത്താൻ. തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. അപ്പോൾ തങ്ങൾ അനുഭവിക്കുന്ന ഈ പട്ടിണിയുടെ ഇതൊക്കെ കാരണം ബ്രിട്ടീഷുകാരാണ് എന്നുള്ള അറിവ് അവരിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി. അങ്ങനെ അറിവ് അവർക്ക് ആ ബോധം സൃഷ്ടിക്കാൻ പ്രവർത്തിച്ച നേതാക്കളാണ് നമ്മൾ പറഞ്ഞ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവർ. ഇനി സ്വദേശി പ്രസ്ഥാനം, പുതിയ തരം ചെറുത്തു നിൽപ്പുകൾ. സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കൾ ആഹ്വാനം ചെയ്തു. അപ്പോൾ സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിൻ്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും ആയിരുന്നു. നമ്മൾ സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചതാണ്. പഞ്ചസാര ബഹിഷ്കരണം, ശർക്കര ഉപയോഗം എന്നൊക്കെ പഠിച്ചതാണ് മുൻ അധ്യായത്തിൽ. അപ്പോൾ ഗാംഗുലിയുടെ മകളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ് പഠിച്ചതാണ്. അപ്പോൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ആഹ്വാനം ചെയ്തത് സ്വദേശി പ്രസ്ഥാനമാണ്. ബംഗാൾ വിഭജന കാലത്താണ് സ്വദേശി പ്രസ്ഥാനം ശക്തമായത്. സമരത്തിൻ്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു. ഈ സമര രീതി സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെട്ടു. നമ്മൾ പറഞ്ഞതാണ് അന്ന് ചെയ്ത സമരങ്ങൾ. വിദേശ വസ്തുക്കൾ തീയിട്ട് നശിപ്പിച്ചു, വിദേശ ഷോപ്പുകൾ ബഹിഷ്കരിച്ചു, അതേപോലെ പഞ്ചസാര ബഹിഷ്കരണം, ചായ പാർട്ടികൾ ബഹിഷ്കരിച്ചു എന്നുള്ളതൊക്കെ, അതേപോലെ സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ നമ്മൾ മുൻ അധ്യായത്തിൽ പഠിച്ചതാണ്. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. അപ്പോൾ സ്വദേശി വസ്തുക്കളുടെ ഉപയോഗം വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശ വസ്തുക്കളുടെ ഉപയോഗവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. അപ്പോൾ അടഞ്ഞു കിടന്നിരുന്ന നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ
ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് സ്വദേശി സമരകാലത്താണ്. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടായി. അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട പ്രത്യേക പോയിൻ്റാണ്, സ്വദേശി പ്രസ്ഥാന സമയത്ത് അല്ലെങ്കിൽ ബംഗാൾ വിഭജന സമയത്ത് ശക്തമായ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ഫാക്ടറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, അതേപോലെ മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. അപ്പോൾ പ്രധാനപ്പെട്ട 3 കമ്പനികളാണ് സ്വദേശി പ്രസ്ഥാന സമയത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ടത്. 3 ഫാക്ടറികളാണ് ബംഗാൾ വിഭജന സമയത്ത് രൂപപ്പെട്ട സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ രൂപം കൊണ്ടത്. ഒന്നാമത്തേത് ബംഗാളിലാണ്, ബംഗാളി കെമിക്കൽ സ്റ്റോർ. പിന്നെ മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് സ്റ്റീൽ, അതേപോലെ തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ഈ 3 ഫാക്ടറികളാണ് ആ സമയത്ത് തുറന്നത്. സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിൻ്റെ പ്രധാന സവിശേഷത. വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്ന് അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. വിദേശത്ത് നിന്നുള്ള വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളും സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സമരത്തിൻ്റെ ഭാഗമായി. അപ്പോൾ സ്ത്രീകളും വിദ്യാർത്ഥികളും എല്ലാവരും സമരത്തിൻ്റെ ഭാഗമായി, എല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ സ്വദേശി പ്രസ്ഥാനത്തിന് ഭാഗമായിട്ട് അനുകൂല പ്രകടനങ്ങൾ നടത്തി. അപ്പോൾ വിദ്യാർത്ഥികൾ സ്കൂളുകൾ ബഹിഷ്കരിച്ചു, സ്ത്രീകളാണെങ്കിൽ വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചു, വിദേശത്ത് നിന്നുള്ളതാണ്. അതേപോലെ വിദേശ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പൂജ പുരോഹിതന്മാർ നിർത്തി. അതേപോലെ വിദേശ വസ്ത്രങ്ങൾ അലക്കില്ലെന്ന് അലക്കുകാരും തീരുമാനിച്ചു. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. നമ്മൾ ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് എന്നും തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നൊക്കെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അവർ ലാൽ ബാൽ പാൽ എന്നറിയപ്പെട്ടു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് ബാലഗംഗാധര തിലക് ആഹ്വാനം ചെയ്തു എന്നുള്ള നമ്മൾ പറഞ്ഞതാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥരായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ഒരു ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്കുവഹിച്ചു. ഇതിനാൽ ഇദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിൻ്റ് ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട്, നമ്മളത് തീവ്ര ദേശീയവാദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, അതിനോടുള്ള അനുബന്ധ ഫാക്റ്റ് തന്നെയാണ്. പിന്നെ ഓർത്തിരിക്കേണ്ടത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. പിന്നെ ബാലഗംഗാധര തിലകിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മറാത്ത, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. അതുപോലെ ലോക്മാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ചു. അപ്പോൾ ലോക്മാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. മറാത്ത, കേസരി പത്രങ്ങളും അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ പ്രധാന ഒരു പോയിൻ്റാണ്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകിനെയാണ്. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചത് ആരാണ്? ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോളാണ്. അപ്പോൾ ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോളാണ് ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ലാൽ ബാൽ പാലിൻ്റെ 3 പേരുടെയും ഫോട്ടോകൾ തന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളടിക്കുകയും ഇന്ത്യയെ ദരിദ്രത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഒരു സംഘടിത രൂപം പ്രാപിച്ചതെങ്ങനെയെന്ന് കണ്ടല്ലോ എന്നുള്ളത് അവിടെ നിന്നും സ്കിപ്പ് ചെയ്യേണ്ട. ഇനി നമ്മളിവിടെ നോക്കാതെ വിട്ട 2 കോളംസ് ഉണ്ട്, അത് നോക്കാം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നുള്ള ഒരു കോളാണ് ഇത് നമ്മൾ ആദ്യം വിട്ടത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം.
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു. അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായി 1905 കേഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബംഗാളാണ്. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. കാരണം ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗവും ബംഗാളിൽ നിന്നുള്ള നേതാക്കളായിരുന്നു. ഈ കോളത്തിൽ ഓർക്കേണ്ട പോയിൻ്റ് അതാണ്. ആദ്യകാല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗവും ബംഗാളിൽ നിന്നുള്ള ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. പിന്നെ 1905 ബംഗാൾ വിഭജനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ കേഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 നടത്തിയത് കേഴ്സൺ പ്രഭുവാണ്. ഇനി നമ്മൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഇവിടെ ഒരു കള്ളി വിട്ടിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. കപ്പലോട്ടിയ തമിഴൻ. അപ്പോൾ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ VO ചിദംബരം പിള്ളയാണ്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് വായിച്ചു നോക്കാം. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത VO ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. അപ്പോൾ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ VO ചിദംബരം പിള്ളയാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനത്തിന് തമിഴ്നാട്ടിൽ നേതൃത്വം കൊടുത്ത ആരെന്ന് ചോദിച്ചാൽ VO ചിദംബരം പിള്ളയാണ്. അതിൻ്റെ ഭാഗമായി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ VO ചിദംബരം പിള്ളയാണ്. അതിനാൽ അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം ആ ഫാക്ടറി സ്ഥാപിച്ചത്. അപ്പോൾ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന VO ചിദംബരം പിള്ള. സ്വദേശി നാവിഗേഷൻ സ്റ്റീം കമ്പനി, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. കപ്പലോട്ടിയ തമിഴൻ VO ചിദംബരം പിള്ള 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് അദ്ദേഹമാണ്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് VO ചിദംബരം പിള്ളയാണ്. അപ്പോൾ ബംഗാൾ വിഭജനത്തിൻ്റെ പിറ്റേ വർഷമാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി രൂപീകരിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വദേശി പ്രസ്ഥാന സമയത്ത് ഇന്ത്യയിൽ പ്രധാനമായി 3 കമ്പനികളാണ് രൂപം കൊണ്ടത്. ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്കുശാല, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. അപ്പോൾ ഈ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിക്ക് നേതൃത്വം നൽകിയതാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന VO ചിദംബരം പിള്ള. പ്രധാനപ്പെട്ട പോയിൻ്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇത് എങ്ങനെയാണ് അദ്ദേഹം രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ അന്ന് പ്രാദേശികമായ കച്ചവടക്കാരിൽ നിന്ന് 6 ലക്ഷം രൂപ പിരിച്ചെടുത്താണ് അദ്ദേഹം സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞു. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാന ഒരു പോയിൻ്റ് ഉണ്ട് കേട്ടോ. അതായത് ബ്രിട്ടീഷ് ചരിത്രകാരനും പത്രപ്രവർത്തകനുമായ വാലന്റിയൻ ഷിറോള് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു, അങ്ങനെ വിളിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതിനെതിരെ ഒരു കോടതിയെ മാനനഷ്ട കേസ് അദ്ദേഹം ബാലഗംഗാധര തിലക് ഇംഗ്ലണ്ടിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ കോടതിയിൽ ഒരു മാനനഷ്ട കേസ് അദ്ദേഹം ഈ വാലന്റിയൻ ഷിറോളിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതും കൂടി ചോദിക്കുക, അത് അനുബന്ധമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. വാലന്റൈൻ ഷിറോള്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലക്, ഈ 3 കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വാലന്റൈൻ ഷിറോളിനെതിരെയാണ് ബാലഗംഗാധര തിലക് മാനനഷ്ട കേസ് കൊടുത്തത്. അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിളിച്ചതിനാണ് മാനനഷ്ട കേസ് കൊടുത്തത്. അപ്പോൾ ഇനി അവിടെ നമ്മൾ പറഞ്ഞ ഇവിടെ ഒന്നും പോയിന്റുകളില്ല. ഈ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ഇന്ത്യൻ ദേശീയയുടെ ആവിർഭാവത്തിന് കാരണമായത് എങ്ങനെയെന്ന് ഈ വിഷയത്തിൽ സെമിനാർ അവതരിപ്പിക്കുക, പഠന പ്രവർത്തനം. ഇനി ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ്ങിൽ നമുക്കൊരു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് തകർത്തത് എന്നുള്ളത്. ഭൂനികുതി വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? ശാശ്വത ഭൂനികുതി,
കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ യുടെ സ്ഥാപകൻ. അദ്ദേഹം ആവിഷ്കരിച്ച ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. പിന്നെ റൈറ്റ് വാരി മഹൽവാരി നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായി ഉണ്ടായതാണ് നീലം കലാപവും മാപ്പിള കലാപം, സാന്താൾ കലാപം, കുറിച്യ കലാപം, പിന്നെ മറ്റു ഗോത്ര കലാപങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. തുണിത്തര വ്യവസായത്തിൻ്റെ തകർച്ച, ഗ്രാമീണ വ്യവസായങ്ങളുടെ തകർച്ച, അതേപോലെ വ്യവസായ തൊഴിലാളികളുടെ ദാരിദ്ര്യം. പിന്നെ 1857 കലാപം അതിൻ്റെ കാരണം. ആദ്യകാല ദേശീയ നേതാക്കൾ, ചോർച്ചാ സിദ്ധാന്തം, സ്വദേശി പ്രസ്ഥാനം, ദേശീയതയുടെ വളർച്ച. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ചെറുതായിട്ട് നോക്കാൻ പറഞ്ഞിരിക്കണം. ഇനി വിലയിരുത്താം എന്നുള്ളതിൽ ഒരു കോളമുണ്ട്. കോളം എയിലുള്ളവർക്ക് യോജിക്കുന്നവ കോളം ബിയിൽ നിന്ന് കണ്ടെത്തുക. ഇത് ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കോപ്പി പേസ്റ്റ് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ കോളം എയെ കോളം ബിയുമായിട്ട് പിന്നെ യോജിപ്പിക്കാനാണ്. സാന്താൾ കലാപം. സാന്താൾ കലാപം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാന്താൾ കലാപത്തിൽ യോജിച്ചത് ബിയിൽ ഏതാണ്? രാജ്മഹൽ കുന്നുകളാണ്. രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ കലാപം നടന്നത്. മാപ്പിള കലാപങ്ങളോ? മാപ്പിള കലാപങ്ങൾ നടന്നത് എവിടെയാണ്? മലബാറിലാണ്. മാപ്പിള കലാപങ്ങൾ മലബാർ. കുറിച്യ കലാപം വയനാട്. കുറിച്യ കലാപം വയനാട്, അത് നമുക്ക് കിട്ടും. ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. അതേപോലെ ദാദാഭായ് നവറോജിൻ്റെ പുസ്തകം ഏതാണ്? പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തിരിക്കുക. പഠന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഓരോന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുടർ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഇതോടെ നമ്മളെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നുള്ള 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെയാണ്, ഒരു ഇഞ്ച് പിറകോട്ട് പോകാതെ നന്നായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇത്തവണ ഏത് PSC ആയിക്കോട്ടെ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. പ്രത്യേകിച്ച് LDC നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കട്ടക്ക് ഞാനും കൂടെ ഉണ്ട്. നിങ്ങളൊന്നും പേടിക്കണ്ട. ദിവസവും 1 മണിക്കൂർ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. ഏപ്രിൽ ആകുമ്പോഴേക്കിന് നമുക്ക് SCRT സെറ്റാക്കാം. അതിന് ശേഷം നമുക്ക് അഡീഷണൽ പോവാം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ നമുക്ക് ചെയ്യാം. സെറ്റാണ്. അഡീഷണൽ റീഡിങ്ങും ഒക്കെ നമുക്ക് സെറ്റാക്കാം. നിങ്ങളൊന്നും പേടിക്കണ്ട. അപ്പോൾ കൂടെ കൂടിക്കോ, പെരുവയിൽ ഇറക്കൂല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 5 സംസ്കാരവും ദേശീയതയും എന്നുള്ള അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെയുള്ള 4, 5, 6, 7 4 ചാപ്റ്റേഴ്സാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് 10ാം ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് 5ാം അധ്യായം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ പിന്തുണക്കും നന്ദി. വീണ്ടും പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വീഡിയോയിൽ കാണാം.